റിസ്ക് കൂടുതലുള്ള ബിസിനസ്സാണ് കൂടുതൽ ലാഭം തരുന്നത്. അതായിരിക്കാം എനിക്ക് എന്നെ അങ്ങനെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെയുള്ള ആക്ടേഴ്സിനെ വെച്ച് തന്നെ ചെയ്യണമെന്ന് ഈ ഡയറക്ടർക്ക് നിർബന്ധമായിരുന്നു. അന്നേരം അതുകൊണ്ട് ഈ സിനിമ അങ്ങനെ വന്നു. ഓക്കെ. ഇപ്പോൾ ഇതിന് വെച്ചിരുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് 3.5 കോടി രൂപയായിരുന്നല്ലോ പെണ്ണിനും പൊറാട്ടിനും. അപ്പോൾ അത് പക്ഷേ ഇരട്ടിയോളം വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൂടുമ്പോഴത്തേക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കുമോ? ഇരട്ടിയോളം എന്ന് പറയുന്നത് വലിയൊരു തുകയാണല്ലോ. ഈ പ്രതീക്ഷയാണല്ലോ എല്ലാം. പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പം സിനിമയുടെ കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പെണ്ണും പൊറോട്ട് ഇറങ്ങി ആദ്യത്തെ ദിവസത്തെ കളക്ഷനിലെ ഇരട്ടിയുണ്ട്, രണ്ടാമത്തെ ദിവസം അത് നാളെ 3 ഇരട്ടിയാകാം. ഇതേ അവസ്ഥയായിരുന്നു മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങിയപ്പോൾ. മഹേഷിൻ്റെ പ്രതികാരത്തിൽ ആദ്യത്തെ ദിവസത്തെ സെയിം കളക്ഷൻ പെണ്ണും പൊറോട്ടിന് ആദ്യത്തെ ദിവസമുണ്ട്. മഹേഷിൻ്റെ പ്രതികാരം മലയാളത്തിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയാണ്. 125 ദിവസം ഓടിയതാണ്. അറിയാം. അന്നേരം ആ ഒരു കാലം വീണ്ടും ഇവിടെ വരാൻ വയ്യെന്നില്ല.